Hi all, my name is Aparna Soman. I am one of the recent OET winners from Teachers Academy. First of all, I am conveying my sincere thanks to Almighty and Teachers Academy. സോ ഞാൻ ഒ ഇ ടിയെ പറ്റി തിങ്ക് ചെയ്ത സമയത്ത് ഒത്തിരി റെഫറൻസസ് എടുത്തിരുന്നു. അത് എൻ്റെ ഫ്രണ്ടാണ് ടീച്ചേഴ്സ് അക്കാദമി എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് 1 month ഓൺലൈൻ ഞാൻ ചെയ്തു, അതിനുശേഷം 1 month ഓഫ്ലൈൻ ആൻഡ് 1 month എക്സാം ബാച്ചിലിരുന്നു. ടോട്ടൽ 3 month ഞാൻ ഒ ഇ ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സോ ഈ പ്രിപ്പറേഷൻ ടൈമിൽ എസ്പെഷ്യലി ഇൻ ഓഫ്ലൈനിൽ ഓറിയൻറ്റേഷൻ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. റൈറ്റിങ്ങിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റൈറ്റിംഗ് മൊഡ്യൂളിനെ ബേസ് ചെയ്ത് എങ്ങനെയെല്ലാം കവർ ചെയ്യണോ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പീക്കിംഗ് ആകുമ്പോഴും റീസെൻ്റ് ആയിട്ടുള്ള ഒ ഇ ടി ക്വസ്റ്റ്യനെയറിൽ സെറ്റിങ്സ് വെച്ചിട്ടും ഉള്ള റോൾ പ്ലേ കാർഡുകൾ നമുക്ക് ഡീൽ ചെയ്യണം, പല രീതിയിൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസസ് മേക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് സ്പീക്കിംഗ് ഓറിയൻറ്റേഷൻ ഉണ്ട്. ആൻഡ് റീഡിങ് ആൻഡ് ലിസണിങ് ഓൾസോ. ഇപ്പോൾ പല ട്രിക്കുകളും ടിപ്സുകളും പറഞ്ഞു തരുന്നുണ്ട് മാഡംസ് ഓറിയൻറ്റേഷനിൽ. നമുക്ക് ഈ ലാംഗ്വേജിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ. സോ ഓറിയൻറ്റേഷൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ടിജി സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സസും ദീപ്തി മാഡത്തിൻ്റെ ഒ ഇ ടി ഗ്രാമറിനെ പറ്റിയാണ്. ശരിക്കും എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒ ഇ ടി ഗ്രാമർ സെഷൻ തന്നെ ദീപ്തി മാഡം വളരെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ റിപ്പീറ്റായിട്ട് പറഞ്ഞ് എല്ലാ സ്റ്റുഡൻസിനെയും പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ശരിക്കും ഹെൽപ്ഫുള്ളായിരുന്നു. ആൻഡ് ടിജി സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സും വളരെ എഫക്റ്റീവാണ്. കാരണം ഗ്രാമർ അറിയാതെ നമുക്കൊരു ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ വേറെ എവിടെയും ഇല്ലാത്തതുപോലെ അത് ശരിക്കും ബെനിഫിഷ്യലായിരുന്നു ടീച്ചേഴ്സ് അക്കാദമിയിലെ ഗ്രാമർ സെഷൻസ്. ആൻഡ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡെയിലി നമുക്കൊരു ഈച്ച് മൊഡ്യൂൾ നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ആൻഡ് ട്യൂട്ടേഴ്സ് ആണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം, മെൻറ്റേഴ്സിനെ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യലി മെൻറ്റേഴ്സിനോട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നമ്മുടെ ഒരു ലേണിംഗ് പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ മെൻറ്റർ അസസ് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ടൈമിൽ നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ട്. ഇതൊക്കെ റിയലി ഹെൽപ്ഫുള്ളാണ് ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ടീച്ചേഴ്സ് അക്കാദമിയിൽ നിൽക്കുമ്പോൾ. ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ആ എക്സാമിന് പോയിരിക്കുമ്പോഴാണ്. നമുക്കതിൻ്റെ ആ എഫക്റ്റ് നമ്മളൊരു 2-3 months നമ്മൾ കടന്നുപോയ ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിൻ്റെ എഫക്റ്റ് നമുക്ക് എക്സാമിനേഷൻ സെൻറ്ററിൽ ഇരിക്കുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ട്യൂട്ടേഴ്സിനപ്പുറം നമുക്ക് അലോക്കേഷൻ ടീമിനെ പറ്റി എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഓരോ ക്ലാസ്സസും എങ്ങനെയാണെന്ന് അവർ പ്ലാൻ ചെയ്ത് നമ്മളെ അറിയിക്കുകയും നമ്മുടെ ഏത് സമയത്തും അത് ഫ്രണ്ട് ഓഫീസിലായിക്കോട്ടെ അല്ലാതെ അലോക്കേഷൻ ടീമിലായിക്കോട്ടെ നമ്മൾ എന്തൊരു കൺസേണിന് വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞാലും അവർ ശരിക്കും ഫ്രണ്ട്ലി, വളരെ അപ്രോച്ചബിളായിട്ടാണ് അക്കാദമിയിൽ എല്ലാവരും നമ്മളോട് നിൽക്കുന്നത്. നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അക്കാദമിയിൽ. ഒരു കംഫർട്ടബിൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളുടെ ലേണിങ്ങിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും എനിക്ക് തോന്നുന്നു. ആൻഡ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റൽസും വളരെ നല്ലതാണ് ടീച്ചേഴ്സ് അക്കാദമിയുടെ. നമ്മൾ ഫുൾ ഓൺ ഒരു ലേണിംഗ് പ്രോസസ്സിലേക്ക് നമ്മളെ ആ ഒരു ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഒക്കെ കൊണ്ടുപോയി വിടും. സോ റിയലി ഐ ആം വെരി മച്ച് സാറ്റിസ്ഫൈഡ് ഇൻ ടീച്ചേഴ്സ് അക്കാദമി.